ഹായ്, ഐ എം ഷഹാന. ഞാൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നായിരുന്നു DHC എക്സാം എഴുതിയിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായി. താങ്ക്സ് ടു മെഡ്വെഞ്ചർ ടീം. ആൻഡ് സാറെ ക്ലാസ്സൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സാറിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ മെറ്റീരിയൽസും ഒക്കെ. പിന്നെ എൻ്റെ മെൻറ്റർ അമൽ സർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറോട് ഒരുപാട് ഡൗട്ട് ചോദിക്കായിരുന്നു. സാർ അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ മെഡ്വെഞ്ചറിൽ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു ടൈം തന്നെ ഞാൻ ഡെയിലി ഒരു 1 or 2 ക്ലാസ്സസ് വെച്ചിട്ട് കേൾക്കുമായിരുന്നു. ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസും അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യലുണ്ടായിരുന്നു. എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഫയൽസ് ഒക്കെ നോക്കാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ കാൽക്കുലേഷൻസും MC ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫയൽസും ഒരു 2-3 ടൈംസ് നോക്കി. പിന്നെ എക്സാം അടുപ്പിച്ച് കുറച്ച് ഫയൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി. ഫയൽസ് നോക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പം തന്നെ മെൻറ്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോയിരുന്നു. നമ്മൾ ഒരു ഡൗട്ടും വെക്കാതിരിക്കുക, എല്ലാ ഡൗട്ടും നമ്മൾ അന്നേരം തന്നെ ക്ലിയർ ചെയ്യുക. ഒരു ഫയൽസിൽ നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻ വേറൊരു ഫയൽ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ആൻസർ ഉണ്ടാവുക. അത് അങ്ങനെ തന്നെ പഠിക്കാതെ നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. എൻ്റെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ടഫായിരുന്നു. കൂടുതലും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എത്തിക്കൽ ആയിട്ടുള്ളതും ഡിസിഷൻ ആയിട്ടുള്ളതും കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചു. പിന്നെ കാൽക്കുലേഷൻസും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ആയിരുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ MC സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. SAR അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എനിക്കൊരു ടാസ്ക് ആയിട്ട് തോന്നിയത് എൻ്റെ ടൈം മാനേജ്മെൻ്റ് ആണ്. എനിക്ക് തീരെ ടൈമില്ലാത്തത് പോലെയാണ് തോന്നിയത്. ലാസ്റ്റ് എനിക്ക് ഫയൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈമും വളരെ കുറവായിരുന്നു. സോ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് മാക്സിമം ടൈം മാനേജ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കൂടുതലും വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഓപ്ഷൻസും കൺഫ്യൂസിങ് ആണ്. സോ നല്ലോണം വായിച്ച് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. മാക്സിമം നല്ലോണം വായിക്കാൻ നോക്കുക. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. സോ അപ്പോൾ എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്.